ഇവർക്ക് ബേസിക്കലി 2 ടൈപ്പ് കോട്ട്സ് വരുന്നുണ്ട്. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഹെയർ കോട്ട്സും വരുന്നുണ്ട്, കുറച്ച് സ്മൂത്ത് ആയിട്ട് വരുന്നതുണ്ട്. ഇത് രണ്ടുപേരും സ്മൂത്ത് ഹെയർ ആണ്. പിന്നെ ഇവർക്ക് നോർമൽ ഹെയർ കട്ടിങ് പ്രൊസീജിയർ അല്ലാണ്ട് നമ്മൾ ഗ്രൂമിങ് പ്രൊസീജിയറിനകത്ത് പറയണത് ഹെയർ സ്ട്രിപ്പിംഗ് എന്നാണ് പറയുക. ഇവരുടെ ഹെയർ നമ്മൾ നോർമലി സ്ട്രിപ്പ് ചെയ്ത് കളയുക ചെയ്യുക. ഒരു സ്ട്രിപ്പിംഗ് നൈഫ് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്ലക്ക് ചെയ്ത് ഹെയർ റിമൂവിങ് ആണ് ചെയ്യുക. അത് ഇവിടെ അത്ര കോമൺലി ചെയ്യുന്നതല്ല. പക്ഷെ ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ ഗ്രൂമിങ് സെൻറ്റേഴ്സിലും അവർ ഈ ടെക്നിക്സ് പഠിച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് തന്നെ ഓൾറെഡി ഒരു ഗ്രൂമിങ് സെൻറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മളിത് സ്പെഷ്യലൈസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ കോട്ട്സിൻ്റെ ഡെപ്ത് ഒന്ന് കുറയും. ആ ഡെപ്ത് കുറയുമ്പോൾ തന്നെ ഇവർ കുറച്ചും കൂടി കാണാനുള്ള ഒരു ഡിഫറൻസ് ഒക്കെ വരും. നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് ആക്ച്വലി പ്യുവർ വൈറ്റ് വരുന്നുണ്ട്, പ്യുവർ ബ്ലാക്ക് വരുന്നുണ്ട്, പിന്നെ ഈ കളർ വരുന്നുണ്ട്. ഇതിനെ വെച്ചിട്ട് ലൈറ്റ് ഒരു ഗ്രേ ഷെയ്ഡാണ് വരുന്നത്. പിന്നെ നമുക്ക് സിൽവർ വൈറ്റ് കളർ വരുന്നുണ്ട്. അങ്ങനെ പല ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് വരുന്നുണ്ട് ഇവർക്ക്. പിന്നെ ഇവരൊരു ഹൈറ്റ് സൈസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു 13 to 15 ഇഞ്ചാണ് ഇവരുടെ ഹൈറ്റ് വരുന്നത്. വെയിറ്റ് ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 5 to 7 kg വെയിറ്റ് ഇൻ ബിറ്റ്വീൻ ആണ് പറയുന്നത് മിനിയേച്ചർ സ്നൗസറിന്. ഫുഡ് നമ്മൾ നോർമലി 2 നേരമാണ് ഫീഡ് ചെയ്യാറ്. വൺ ടൈം നമ്മൾ എന്തായാലും മസ്റ്റർഡ് ഞങ്ങൾ ഡ്രൈ ഫുഡാണ് കൊടുക്കുന്നത്. ഒരു നേരം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ് കഴിക്കുന്നത്. അതും ഇവർക്ക് മിനിമൽ ക്വാണ്ടിറ്റി മതി. അങ്ങനെ ഒരുപാട് ഫീഡൊന്നും കഴിക്കുന്ന കൂട്ടത്തിലല്ല.